മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് പോവുക. അവിടെ എത്തി കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പോയിട്ട് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. ഞാൻ ഉദാഹരണമായിട്ട് പത്തനംതിട്ട തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ LIC, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും. നമ്മുടെ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് അടൂർ തിരഞ്ഞെടുക്കുകയാണ്. ആരുടെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്ത് അറിയാമെന്നുണ്ടെങ്കിൽ ആ ബൂത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുക. അതിനുശേഷം ആ വോട്ടറിൻ്റെ നെയിം വേണേൽ നമുക്കിവിടെ കൊടുത്ത ശേഷം സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് കിട്ടും. ഇനി നമുക്ക് വോട്ട് ചെയ്ത ബൂത്ത് അറിയത്തില്ല. അതായത് ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്, ഏത് ബൂത്തിലാണ് വോട്ടുള്ളത് നമുക്ക് അറിയത്തില്ല. ബൂത്ത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ വോട്ടറിൻ്റെ പേര് അവിടെ കൊടുത്തിട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം വിഷ്ണു എന്ന് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ പേര് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ വീട്ടുപേരൊന്നും കൊടുത്തിട്ടില്ല. ഇനി വീട്ടുപേര് വേണമെങ്കിൽ കൊടുത്ത് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും വിഷ്ണു എന്ന പേരിലുള്ള വോട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്നും എനിക്ക് എൻ്റെത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വളരെ അനായാസം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലയുടെ പേരും LICയുടെ പേരും കൊടുത്തിട്ട് നമുക്ക് ബൂത്ത് അറിയാമെങ്കിൽ ബൂത്ത് കൊടുക്കുക. ബൂത്ത് അറിയത്തില്ലെങ്കിൽ നമ്മുടെ പേര് സെർച്ച് ചെയ്താലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇനി പേരുമില്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്താലും ആ ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരാളുടെ ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഉറപ്പായിട്ടും ജില്ലയുടെ പേര് കൊടുക്കണം, അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ല. ഉറപ്പായിട്ടും നമ്മൾ LICയുടെ പേരും കൊടുക്കണം, അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ല. ബൂത്ത് നെയിം നമുക്ക് കൊടുത്തിട്ട് ആ ബൂത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അതിൽ നിന്ന് വേണേൽ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും, ബൂത്ത് അറിയാമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബൂത്തിൽ നിന്നും അത് വന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബൂത്തിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ബൂത്ത് നെയിമിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ബൂത്ത് അറിയത്തില്ലെങ്കിൽ പേര് മാത്രം കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി വീട്ടുപേര് കൊടുത്തിട്ട് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പേരും വീട്ടുപേരും കൊടുത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബൂത്തും പേരും വീട്ടുപേരും കൊടുത്ത് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് എല്ലാ രീതിയിലും സെർച്ച് ചെയ്ത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുത്തുകൊണ്ട് നമ്മുടെ ആ ഫോം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും.